എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥി ജാസ്ലിയ ജോൺസൺ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കോട്ടയം സ്വദേശി സിറിയക് പി ജോർജിന് ലുക്കൌട്ട് സർക്കുലർ ഇറക്കും. പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ. പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എടവനക്കാട് സ്വദേശിയായ ജാസ്ലിയ 4 പേർക്ക് പുതുജീവൻ നൽകിയാണ് യാത്രയായത്. ആൻ മരിയ സണ്ണിയും ചേരുന്നുണ്ട്. ആൻമരി ചേരുന്ന എടവനക്കാടുള്ള ജാസ്ലിയ ജോൺസന്റെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത്. സങ്കടകരമായ ദൃശ്യങ്ങളാണ് അത്. ഇന്നലെ ജാസ്ലിയയുടെ സഹപാഠികളോട് സംസാരിച്ചു. വലിയ വിഷമം നമുക്ക് തോന്നുന്ന പ്രതികരണം അവർ നടത്തി. എല്ലാവരും വിതുമ്പലും പതറിക്കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഇപ്പോഴും പക്ഷേ അപകടത്തിന് കാരണക്കാരനായ ആൾ ആരാണെന്നറിയും നമ്മൾ യഥാർത്ഥത്തിൽ ആ പ്രതിഷേധം ഇന്നലെയാണ്. ലുക്കൌട്ട് സർക്കുലർ അല്ലെങ്കിൽ അയാളുടെ ചിത്രം പോലീസ് പുറത്തേക്ക് വിടുന്നത് ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ ശേഷം ഇന്നലെ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ആളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആൻമരിയ? ഹാഷ്മി, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ഇനി പോലീസ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ലുക്കൌട്ട് സർക്കുലർ ഇനി ഇറക്കിയിട്ടോ കാര്യമില്ല. കാരണം ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഇതാ ഈ സംഭവം നടന്നിട്ട് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ അടുക്കും തോറും പോലീസിന്റെ ഭാഗത്തു നിന്നും അവർക്കൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു ന്യായീകരണം തരുമ്പോഴും, ഇന്നലെയാണെങ്കിൽ പോലും അവിടെ നിന്ന് SHO സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അവർ പറയുന്നത് അവർക്കൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. കൂടുതൽ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകളും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലതാമസം എടുത്തത് എന്നൊരു ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ അത് അവിടെ കണ്ടതാണ്. കാരണം ആ വിദ്യാർത്ഥികൾ ഇവരൊരു സംസ്കാര ചടങ്ങുകൾ തന്റെ ഉറ്റ സുഹൃത്തിന്റെ വേർപാടിൽ അവർ ആ വേദനയിൽ പോലും ആ പ്രതിഷേധവുമായിട്ട് പോലീസ് സ്റ്റേഷന്റെ മുൻപിലേക്ക് വരുന്നു. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. വിവിധ സംഘടനകളും പ്രതിഷേധവുമായിട്ട് രംഗത്തേക്കെത്തി. വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് കൂടുതൽ CCTV കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് പറയുകയും അതോടൊപ്പം തന്നെ ഈ പ്രതിയായിട്ടുള്ള കോട്ടയം സ്വദേശി ഡോക്ടർ സിറിയക് പി ജോർജിന്റെ ഫോട്ടോയടക്കം പോലീസ് ഇന്നലെ പുറത്തേക്ക് വിടുകയും ചെയ്തത്. അതിനുശേഷം ഈ സംസ്കാരം നടന്നതിന് ശേഷവും പ്രതിയെ പിടികൂടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രതിഷേധം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ ഈ സഹപാഠികൾ പറയുന്നുണ്ടായിരുന്നു. ആ സഹപാഠികൾ അത് പറഞ്ഞതിന് ശേഷം ഈ സംസ്കാരത്തിന് മുൻപ് ഈ പ്രതിയെ പിടികൂടുമെന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടക്കുന്നു. അത് രാവിലെ 10 മണിയോട് കൂടിയൊക്കെ അടുക്കുന്നു. ഈ ഒരു സമയമാകുമ്പോൾ പോലും പ്രതി എവിടെയാണ് എന്നൊരു സൂചന പോലും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വരെ പ്രതി എവിടെയാണെന്നുള്ളൊരു സൂചന ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. കോട്ടയത്തുള്ള ഈ സിറിയക്കിന്റെ വീട്ടിലെത്തി വരെ പോലീസിന്റെ പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായിട്ടുള്ള അക്ഷയുടെ മൊഴി വരെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ പോലീസ് ചെയ്യുമ്പോഴും ഈ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പ്രതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുന്നുണ്ട്. വിദേശത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ എന്തായാലും ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പക്ഷേ കുടുംബം അല്പസമയത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ എത്തി പോലീസിനോട് സംസാരിക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നും കുടുംബവും അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.